നിമിഷം. UDF-ന്റെ പ്രതിനിധി നമുക്കൊപ്പമുണ്ട്. ഈ പഞ്ചായത്തിൽ 10 അംഗങ്ങളാണ് LDF-നുള്ളത്. 10 അംഗങ്ങളിൽ 7 അംഗങ്ങൾ നിങ്ങളുടേതാണ്, കോൺഗ്രസിന്റെ അംഗങ്ങളാണ്. ഒരു നിമിഷം. മറുപടി നമ്മൾ ചർച്ച ചെയ്യല്ലേ സർ. ഒരു നിമിഷം. ഞാൻ വരുന്നു. എന്താണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാട്? ഈ പഞ്ചായത്ത് ഇങ്ങനെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം അക്കാര്യത്തിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? 18 വർഷമായിട്ട് ആ പാലം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തു പറഞ്ഞാൽ 7.5 വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരിക്കുമ്പോഴും ഐമനം പഞ്ചായത്തിൽ ഈ പാലത്തിന് ഇതേ അവസ്ഥയായിരുന്നു. അന്നും മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യവും പ്രസക്തമല്ലേ? ഞാൻ ഐമനം ഗ്രാമപഞ്ചായത്തിൽ 2010-15 കാലഘട്ടത്തിൽ 20-ാം വാർഡിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ്. ഒരു നിമിഷം. പറഞ്ഞോ. അല്ല, എന്റെ ചേട്ടാ ഒരു നിമിഷം. ഇത് ചർച്ച ചെയ്യേണ്ടത്. ഒരു നിമിഷം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ നാട്ടിലെ പാലത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നത്. അവര് സംസാരിക്കട്ടെ. ചേട്ടാ അവര് സംസാരിക്കട്ടെ. പറഞ്ഞു. അല്ല, ഇതിന് കാര്യം പറയണമെങ്കിൽ വ്യക്തമായി കാര്യം പറയാൻ സാധിക്കും. കേട്ടു. വ്യക്തമായി ഈ 15 വർഷം മുമ്പുള്ള പാലാണ്. അതിന് മുമ്പ് 3 ടേണ്, 2 വർഷം കോൺഗ്രസ്, 3 വർഷം BDJS ഭരിച്ചോണ്ടിരുന്നിട്ട് പാലയില്ല. 3 വർഷം നോക്കിയാൽ ഈ മനോജിന്റെ പുറത്തോട്ട് എന്തിനാ കയറുന്നത്? എന്റെ ചോദ്യം. മറുപടിയല്ല, ഇതിന് കൃത്യമായി അതായത് കാര്യം പറയാൻ ഇവർ അനുവദിക്കുകയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പറഞ്ഞോളൂ. ഈ 3 വർഷക്കാലത്തെ കാര്യം മാത്രം എടുത്താൽ 18 വർഷം മുമ്പ് പണിതാണ്, 20 വർഷം മുമ്പ് പണിതാണ്. കൈപ്പിഴമുട്ടിൽ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക പാലം അവിടെ കൊണ്ട് പുനഃസ്ഥാപിച്ചതാണ് പുതിയ പാലം വന്നപ്പോൾ. അങ്ങനെയാണ്, അല്ലാതെ അവിടെ പുതിയതായിട്ട് പണിതല്ല. അവിടെ എടുത്തത് റിപ്പയർ ചെയ്ത് കൊണ്ട് വെച്ചതാണ്. ഇതിന്റെ വസ്തുതയിലേക്ക് വന്നാൽ, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇടതുമുന്നണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CPM, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CPM, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണി, സംസ്ഥാനത്ത് MLA CPM, സംസ്ഥാനം ഭരിക്കുന്നത് CPM, MP CPM ഇടതുപക്ഷം. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ 3-3.5 വർഷം മിനിമം, നമ്മൾ 18 കൊല്ലം 20 കൊല്ലം ഒക്കെ ഒത്തിരി പരിദേവനം പറയാനുണ്ടെങ്കിലും ഈ 3 വർഷം കൊണ്ട് ഇതുവരെ ഇങ്ങനെ റിപ്പോർട്ടർ TVയുടെ ചാനൽ അവതാരകർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇത് പണിയത്തുമില്ല, ഇതിനെക്കുറിച്ച് ആലോചിക്കുക പോലും. നിങ്ങളെ പോലുള്ള പ്രതിപക്ഷത്തിന് പിന്നെ എന്താണ് അറിയിക്കേണ്ടത്? അപ്പോ യാതൊരു നടപടിയും ഇപ്പോ ഇന്നലെ നിങ്ങളുടെ റിപ്പോർട്ടർ ഒരു വാർത്ത എടുത്തപ്പോൾ ഇവിടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു അവിടെ പഞ്ചായത്തിന്റെ ഒരു പെറ്റി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. എന്ത് പണിയാണ് ആ പാലത്തിൽ ചെയ്തത്? 2 മാസത്തിനുള്ളിൽ ചെയ്തു എന്നാ പറഞ്ഞത്. എന്തെങ്കിലും ഒരു പുതിയ ഒരു പ്രവൃത്തി ചെയ്തത് അവിടെ കാണിക്കാനോ അല്ലെങ്കിൽ ആ വർക്കാരെടുത്തെന്നോ അത് എന്ന് അനുവദിച്ചെന്നോ പണം കൈമാറിയോ എന്നോ വ്യക്തമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയാം. എന്തായാലും നമ്മൾ ഇടതുപക്ഷം ഈ വാർഡിൽ ഭരിച്ചത് 3.5 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് ഇവിടെ BDJS-ന്റെയും അധികാരികളാണ് അവിടെ ഭരിച്ചത്. എന്നിരുന്നാലും എൻ്റെ ബഹുമാനനായിട്ടുള്ള സുഹൃത്ത് പ്രിയപ്പെട്ട സോജി ആലംപറമ്പൽ പറഞ്ഞത് ഇടതുപക്ഷത്തിനെയാണ് അദ്ദേഹത്തിന് വിശ്വാസം. അതായത് ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, സർക്കാരുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ വിശ്വാസം ആയത് ഞങ്ങൾക്ക് വളരെ ഊർജം പകരുന്നു. നല്ല കാര്യം. ആ വിശ്വാസം തകർത്തു എന്നാണ് സോജി പറഞ്ഞത്. തീർച്ചയായും ആ വിശ്വാസം സ്കൂളിന്റെ PTA ആഭിമുഖ്യത്തിലാണ് ആ സ്കൂളിന്റെ ആ പാലത്തിന് മെയിൻ്റനൻസ് വർക്ക് അനുവദിച്ച് ആ ഫണ്ട് മാറിയിട്ടുള്ളത്. കൃത്യമായിട്ടും സ്കൂളിൽ അതിന്റെ ഡീറ്റെയിൽ കൃത്യമായിട്ടും അതിന്റെ കാലപ്പഴക്കം ചെന്ന തടികളെല്ലാം മാറി അതിന് നല്ല രീതിയിലുള്ള ഒരു സഞ്ചാരം ആക്കി തീർക്കുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും. കാലപ്പഴക്കം വന്ന തടികൾ മാറിയിട്ടാണോ 2 പേര് താഴെ പോയത്? കൃത്യമായിട്ടും അത് കുറെ നാളുകൾക്ക് ശേഷം, ഇവിടെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത് ചെയ്തത്. അതിനുശേഷം ഇറങ്ങിയപ്പോൾ ആ കുട്ടി വീണു. അത് നമുക്ക് അതിദാരുണമായ സംഭവം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റും അവകാശപ്പെടുമ്പോൾ
ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും പണികൾ നടന്നിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രതിനിധി പ്രവീണ എവിടെ പോയി നോക്കിയപ്പോൾ വലിയ രീതിയിലുള്ള വിള്ളലുകൾ തന്നെ ആ പാലത്തിൽ കാണുന്നുണ്ട്. അതായത് ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തിൽ രേഖകളുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. കൃത്യമായിട്ട് പഞ്ചായത്ത് പെറ്റി വർക്ക് വെച്ച് മൂന്ന് പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ പാലത്തിൽ കാണേണ്ടതുണ്ട്. അത്